3 മുട്ട ഉണ്ടെങ്കിൽ ഇതുപോലൊരു കിടുവായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചോറിൻ്റെ കൂടെ മാത്രമല്ല, വൈകിട്ടത്തെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അതിനായിട്ട് നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇതുപോലെ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കുക. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നപ്പോഴത്തേക്കും നേരത്തെ നമ്മൾ പൊട്ടിച്ച് കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട ഒരുപാടങ്ങ് വേവാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വേവിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. ചിക്കിയെടുത്ത ഈ മുട്ട നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ പാനിൽ തന്നെ എടുക്കുന്നുണ്ട്, വേറെ പാത്രമൊന്നും എടുക്കുന്നില്ല. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വലിയൊരു സവാള കൊത്തി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. വലുതായിട്ടൊന്നും അരി എഴുതി, ഇതുപോലെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നേരത്തെ നമ്മൾ മുട്ട ചിക്കി എടുത്തപ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. ഇനി ഈ സവാള ഒന്ന് നല്ലതുപോലെ വഴന്ന് വരാൻ വേണ്ടി ഇതിലൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മുറി തക്കാളി എടുത്തിട്ടുണ്ട്. അതായത് പകുതി തക്കാളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരെ 70-അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കാം. അതില്ലെങ്കിൽ മുളക് പൊടി ആയാലും മതി. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടിയോ ചിക്കൻ മസാല പൊടിയോ പെരുംജീരകപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കറിയായിട്ട് വേണമെങ്കിലും എടുക്കാം. കറിയായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മളിത് അല്ലാതെ തോരൻ പോലെ വെക്കുകയാണ്. ഇത് വേറൊരു ടേസ്റ്റ്. പിന്നെ കറി വേണമെങ്കിലും കറിയായിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് ചേർത്തിളക്കി കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ ഒരു ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരു സ്പൂണും ഒക്കെ ഇട്ട് കട്ടൻ ചായയോ ഒക്കെ ഇട്ട് കുടിക്കാൻ നല്ലതാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.